അതായത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് സാഹിത്യ നിരൂപണം എന്നുള്ളതാണ്. സാഹിത്യ നിരൂപണം നിങ്ങളെല്ലാവരും എഴുതുന്നുണ്ടായിരിക്കില്ല. നിങ്ങളിൽ മിക്കവാറും പേര് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെ പങ്കാളികളാണ് എന്നാണ് എൻ്റെ വിചാരം. ശരിയല്ലേ? സോഷ്യൽ മീഡിയയിൽ സജീവമല്ലേ എല്ലാവരും? ആണ്, സജീവമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയെ പേടിച്ചാരും ഈ വഴി നടപ്പില്ല എന്ന് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ, ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ ഈ പ്രഭാഷണങ്ങളുടെയും കഥാപുരുഷൻ ആയ MP ബാലറാം അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, സാംസ്കാരിക ജീവിതം എച്ചിലകളിലെ തൊമ്മിമ. ഈ പുസ്തകത്തിന് ആമുഖമായിട്ട് ബാലറാം എഴുതുന്ന ഒരു കാര്യമാണ്, ഒരു സാഹിത്യകൃതിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് അതിന് അതത് കാലത്ത് കിട്ടുന്ന പ്രശസ്തിയോ പണമോ പ്രചാരമോ അടിസ്ഥാനപ്പെടുത്തിയ അല്ല എന്ന് വളരെ വർഷങ്ങളായി പറയുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒടുവിലത്തെ പുസ്തകമാണ് ഇത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതിനേക്കാളും നല്ല ഒരു പ്രവേശന കവാടമില്ല. ഇതിനകത്ത് MP ബാലറാം പറഞ്ഞ ഒറ്റ കാര്യം, ഒരു സാഹിത്യകൃതിയുടെ പ്രചാരം, അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്, അതിൻ്റെ വില നിശ്ചയിക്കുന്നത്, അതിൻ്റെ പ്രചാരം, പ്രശസ്തി ഇതൊന്നുമല്ല, മറിച്ച് അതിനെ സാഹിത്യമാക്കി തീർക്കുന്ന ചില സവിശേഷ ഗുണങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ബാലറാം രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചു. ഒന്ന്, ഈ സാഹിത്യത്തിന് സവിശേഷമായ ചില ഗുണങ്ങൾ വേണം. രണ്ട്, മൂല്യമുണ്ടാകണം. അതായത് ഈ സവിശേഷ ഗുണങ്ങൾ വെച്ചിട്ട് ഒരു സാഹിത്യകൃതിക്ക് എന്തെങ്കിലും വിലയുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് മൂല്യമുണ്ടോ എന്ന് നോക്കിയാണ്. ആ മൂല്യം നിശ്ചയിക്കുന്ന പണിയാണ് സാഹിത്യ നിരൂപണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെ നേരിടാൻ വളരെ എളുപ്പമുണ്ട്. കാര്യം മൂല്യം എന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി ആദ്യമേ. അപ്പോൾ പിന്നെ മൂല്യവിചാരത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. മൂല്യം എന്നൊരു സംഗതി ലോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കും. മൂല്യവിചാരം വേണ്ട, അപ്പോൾ സാഹിത്യ നിരൂപണം ആവശ്യമില്ല. കാരണം നമ്മൾ ഏതാണ്ട് ഈ മറ്റ് വിജ്ഞാന ശാഖകളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത സാഹിത്യത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ഒബിച്വറി ഉള്ളത്, അതായത് മരണവാർത്ത ഉള്ളത് ഇതിനകത്ത് മാത്രമാണ്. ബയോളജി മരിച്ചു, കെമിസ്ട്രി മരിച്ചു എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സോഷ്യോളജി മരിച്ചു എന്നൊന്നും രതീഷ് കേട്ടിട്ടില്ലല്ലോ. എന്നാൽ സാഹിത്യത്തിലാണ് സാഹിത്യ നിരൂപണം മരിച്ചു, കവിത മരിച്ചു. പണ്ട് കൂമ്പടനിലായിരുന്നു അല്ലേ? കൂമ്പജീവ രോഗം എന്നതിന് ശേഷം അത് നിർത്തി. ഇപ്പം എല്ലാം മരിച്ചുപോയി എന്ന് പറയും. ഇടയ്ക്ക് നോവൽ മരിച്ചു, കവിത മരിച്ചു. ഇപ്പം മരിച്ചിരിക്കുന്നത് സാഹിത്യ നിരൂപണം. സാഹിത്യ നിരൂപണം മരിച്ചു എന്ന് സാഹിത്യ നിരൂപണം ചുക്കാണോ ചുണ്ണാമ്പാണെന്ന് അറിഞ്ഞുകൂടാത്തവരും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് സാഹിത്യ നിരൂപണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് E.V. രാമകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് സാഹിത്യ നിരൂപണം എഴുതുന്നത് എങ്ങനെയാണ്? കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതുപോലുള്ള ഒരു യൂട്യൂബ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഇതിനു പുറമേ ഇതിലാളുകൾ വീഡിയോ രൂപത്തിൽ, ഓഡിയോ രൂപത്തിൽ, എഴുതുന്ന രൂപത്തിലൊക്കെയും സാഹിത്യം എഴുതുക മാത്രമല്ല, സാഹിത്യത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തയിൽ, പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതൊക്കെ വലിയൊരു ജനാധിപത്യം വന്നിരിക്കുകയാണ്. ഈ ജനാധിപത്യം വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണല്ലോ അതിനകത്ത് ജയിക്കുക. ഏറ്റവും കൂടുതൽ കായബലമുള്ളവരുടെ സംഘം വിജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം വോട്ട് കിട്ടുന്നവര് ഏറ്റവും മികച്ച എഴുത്തുകാരായിരിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നലത്തെ മലയാള മനോരമ പത്രം കഴിഞ്ഞ 25 കൊല്ലത്തെ, അതായത് 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ 25 വർഷങ്ങൾ, നമ്മൾ ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ, നമ്മൾ 25 കൊല്ലം പിന്നിട്ട് കഴിഞ്ഞു. ഇനി 75 കൊല്ലമേ ഉള്ളൂ. അത് തീരാൻ നമ്മളാരും ഉണ്ടാവില്ല. മുഴുവൻ പഠിതന്മാരെ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, ഉണ്ടെങ്കിൽ തന്നെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ 25 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ 25 കൊല്ലത്തിന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കണം. അങ്ങനെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ വഴിയാണ്, തെരഞ്ഞെടുപ്പ് പെട്ടിയിലൊന്നും വോട്ടിടേണ്ട കാര്യമില്ല. അങ്ങനെ കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിൽ മലയാളി, ഏറ്റവും പ്രിയപ്പെട്ട മലയാളിയുടെ 25 പുസ്തകം മനോരമ അനൗൺസ് ചെയ്തു. മനോരമ വായിച്ചവരും അറിഞ്ഞവരും ഉണ്ടാകാമായിരിക്കാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ആ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് വായിക്കാം. 25 ഞാൻ വായിക്കില്ല, അങ്ങനെ ആരും സങ്കടപ്പെടരുത്.
25 കൊല്ലമായിട്ട് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കൃതികളുടെ പേരാണ്. വിശപ്പ്, പ്രണയം, ഉന്മാദം. ഒരാളുടെ ഓർമ്മക്കുറിപ്പാണ്. മുഹമ്മദ് അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ വായിച്ചിട്ടില്ല പുസ്തകം. നിങ്ങൾ ആരെങ്കിലും വായിക്കുകയും കഴിഞ്ഞ 25 കൊല്ലത്തെ ഏറ്റവും മഹത്തായ മലയാളത്തിൽ ഇറങ്ങി ഒരു കൊല്ലത്തിലെ 1000 പുസ്തകമാണെങ്കിൽ 25,000 പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 25,000 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് അതെന്ന് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുട്ടിശങ്കരന്റെ യാത്രകൾ എന്നൊരു ബാലസാഹിത്യ കൃതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ സാഹിത്യം നിങ്ങൾക്ക് അറിഞ്ഞുണ്ട്. അതുകൊണ്ട് 24 പുസ്തകത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്നു. ഇനി കമ്പിളി കണ്ടെത്ത കൽഭരണികൾ എന്നൊരു ഓർമ്മക്കുറിപ്പ്. കഴിഞ്ഞ 25 കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ 25 കൊല്ലം മുമ്പായതുകൊണ്ട് ഇല്ല. ഇങ്ങനൊരു വലിയ ആത്മകഥയാണെന്ന് പറയുന്നത് ശരിയാണ്. ഉഷ്ണരാശി എന്ന നോവലാണ് കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിൽ മലയാളത്തിലുള്ള ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നെന്ന് തോന്നുന്നുണ്ട്. ശ്യാമമാധവമാണ് കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്ന്. അതൊക്കെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ 25 കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ ഇതൊക്കെയാണ്. ഈ 25 കൃതികൾക്ക് വേണ്ടി ആരാണ് വോട്ട് ചെയ്തത്? ബാക്കിയൊന്നും ഞാൻ വായിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയാണ് വോട്ട് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ വോട്ട് ചെയ്തവർക്ക് അവരവർക്കുള്ള ധാരണകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ വോട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും പറഞ്ഞത്. സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ സാധ്യമാക്കുന്നത് എല്ലാവരും സാഹിത്യ നിരൂപകർ ആയിരിക്കും. എല്ലാവരും പുസ്തകങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാം. ഇത് മാത്രമല്ല, പുസ്തകങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുക മാത്രമല്ല, പുസ്തകങ്ങളുടെ വിൽപ്പനയെ സഹായിക്കുന്ന ബുക്ക് ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞാൽ ബുക്ക് റിവ്യൂവർ അല്ല, ബുക്ക് ഇൻഫ്ലുവൻസർ എന്നൊരു പുതിയ വിഭാഗം ഉണ്ടായിരിക്കുന്നു. അവര് വീഡിയോകൾ, അതായത് ഇതുപോലുള്ള ഓർമ്മക്കുറിപ്പുകളിൽ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങൾ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കൃതികൾ, പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഭാഷാപരമായ മേന്മയോ കഥയുടെയോ പ്രമേയത്തിൻ്റെയോ ആവിഷ്കാരത്തിൻ്റെ ഗുണമൊന്നുമില്ലാത്ത ഏത് കൃതിയെയും ഈ ഇൻഫ്ലുവൻസർമാർ, ബുക്ക് ഫ്ലുവൻസർ എന്നാണ്, ബുക്കും ഇൻഫ്ലുവൻസറും ചേർന്നിട്ട് ബുക്ക് ഫ്ലുവൻസർ, ഇവർ വീഡിയോകൾ പ്രൊഡ്യൂസ് ചെയ്യും. വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഈ FM റേഡിയോകളിൽ രാത്രി ഷോ ഉണ്ട് 12 മണി 11 മണിക്ക് ശേഷം. അത് കിടപ്പണയിലെ സീൽക്കാര ശബ്ദങ്ങളിലാണ് സംസാരിക്കുക റേഡിയോ ജോക്കികൾ. ആ ശബ്ദത്തിൽ അതിവൈകാരികത നമ്മൾ അടുത്ത് നിന്ന് തെന്നി വീണു പോകും. അത്രമേൽ വൈകാരികതയുടെ ഒന്നഴിച്ചൊരു ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ ഹൃദയത്തിലേക്ക് ആരോഹണം ചെയ്ത് കയറിയ അസാധാരണമായ പ്രേമകഥയാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പുസ്തകങ്ങൾ വിൽപ്പനയിൽ ചൂടപ്പം എന്നുള്ള വാക്കൊക്കെ പോയി. ആയിരക്കണക്കിന് പുസ്തകം ഒരാഴ്ചക്കകത്ത് 25 പതിപ്പ്, 50,000 കോപ്പി. ചില പുസ്തകങ്ങളോട്ട് ഇറങ്ങും മുമ്പേ തന്നെ 10 പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. പുസ്തകം റിലീസ് ചെയ്തിട്ടില്ല, അതിന് മുമ്പേ 10 പതിപ്പായിട്ടുണ്ട് കേരളത്തിൽ. 100 കോപ്പി അച്ചടിച്ചാലും ഒരു പതിപ്പാവും. പണ്ടൊക്കെ 1000 കോപ്പി മാത്രമാണ് ഒരു പതിപ്പ്. ഇപ്പൊ ഈ POD എന്ന് പറഞ്ഞ പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു അച്ചടി സംവിധാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം, പണ്ടൊക്കെ ഒരു പുസ്തകം പേപ്പറായിട്ട് പല ഫോറങ്ങളായിട്ട് അച്ചടിച്ച് അത് കട്ട് ചെയ്ത് ബൈൻഡ് ചെയ്യാനേ പറ്റും. അപ്പോൾ ഒരുമിച്ച് 1000 കോപ്പി അടിക്കും. POD അങ്ങനെയല്ല, ഓരോന്നും ഓരോ പുസ്തകമായിട്ടാണ് വരിക. മെഷീനിൽ നിന്ന് ഒറ്റ പുസ്തകങ്ങൾ വരും. അപ്പോൾ ഓരോ പുസ്തകവും സത്യത്തിൽ ഒരു പതിപ്പാണ്. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകത്തിന് 30 കോപ്പി അടിച്ചു. ചിലവൊക്കെ ഒന്ന് തന്നെ 3000 അടിക്കുന്നതിന് 30 അടിക്കുന്നതിന് ഒരേച്ചാൽ. അപ്പോൾ 30 ഞാൻ വിറ്റ് തീർന്നു. അപ്പോൾ 1-ാം പതിപ്പ് വീണ്ടും 30 അടിക്കുന്നു. അങ്ങനെ 6 മാസം കൊണ്ട് ഞാൻ 600 പതിപ്പ് പ്രസിദ്ധീകരിക്കും. ഇത് മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പറയുന്നു, ഇതാ കാളിദാസൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വേടൻ കാളിദാസനായിട്ടിരുന്ന കേരളത്തിൽ ഇതും സംഭവിക്കുന്നതിൻ്റെ അപ്പുറം സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാ മഹത്തായ ഒരു നോവൽ പറഞ്ഞിരിക്കുന്നു, മഹത്തായ കവിത പറഞ്ഞു. ഇതാ ഹൃദയത്തെ അതേപടി 8 കഷ്ണമാക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങളുടെ അസാധാരണമായ വൻകരകളുള്ള ആത്മകഥകൾ പിറന്നിരിക്കുന്നു. ഇങ്ങനെ ഏത് നിലവാരമില്ലാത്ത കൃതിയെയും ഉയർത്തി മാർക്കറ്റിലെ ഏറ്റവും വിലയേറിയ വസ്തുവാക്കി തീർക്കാൻ ആയിരക്കണക്കിന് കോപ്പികൾ ചെലവാക്കിക്കാനായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. ഇത് പീപ്പിൾസ് പവർ ആണ് എന്നാണ് സാഹിത്യത്തിലെ ജനാധിപത്യം എന്നാണ് എല്ലാവരും പറയുന്നത്. ജനാധിപത്യമാണല്ലോ, എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്നതല്ലേ ജനാധിപത്യം. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ശക്തി. ഈ ശക്തി സാഹിത്യത്തിന് ബാധകമാണ്. നമ്മളെല്ലാവരും കൂടി ഓൺലൈനിൽ വോട്ട് ചെയ്ത് നളചരിത നാട്ടക്കഥ ഒരു മോശം കൃതിയാണ്, അതിന് കേരളത്തിലെ കോളേജുകളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ബാലറാം മാഷോ പത്മനാഭ മാഷോ പിന്നെ പഠിപ്പിക്കേണ്ടത് വയ്ക്കുമോ? നാട്ടുകാരെല്ലാം വോട്ട് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം കിട്ടിയില്ലേ? ഏറ്റവും കൂടുതൽ വോട്ട് അനുസരിച്ച് 140 MLA ആവശ്യപ്പെട്ട നമ്മുടെ നിയമസഭ ഇത് അവരാണല്ലോ ജനാധിപത്യത്തിൻ്റെ കാവലാളുകൾ. അവരെല്ലാവരും കൂടി പാസ്സാക്കിയാൽ മതി. അപ്പോൾ ജനാധിപത്യത്തിൻ്റെയും പീപ്പിൾസ് പവറിൻ്റെയും നിയമങ്ങൾ ഉപയോഗിച്ച് നടപ്പിലാക്കാവുന്ന ഒന്നല്ല സാഹിത്യത്തിൻ്റെ മണ്ഡലം. ഞാനിത് പറയാൻ കാര്യം, ഈ കുഴപ്പം മുഴുവൻ ആരാ ഉണ്ടാക്കിയത്?
സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നെത്തി നിൽക്കുകയും സോഷ്യൽ മീഡിയയിൽ ആരും സാഹിത്യ നിരൂപകരായിത്തീരുകയും ഏത് ചവറും ആയിരക്കണക്കിന് കോപ്പികൾ വിൽക്കാമെന്നും ഈ ചവറുകൾ എഴുതുന്ന ആളുകൾ കഴിഞ്ഞ 25 കൊല്ലത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരും കേരളീയ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളായി. ഇതിനകത്ത് NS മാധവന്റെ പേരില്ല, സക്കറിയയുടെ പേരില്ല, ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പേരില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതാരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്? ഇത് മുഴുവൻ സംഭവിക്കുന്നതിന് ഒരു കാരണത്തിൽ ഉത്തരവാദി സാഹിത്യ നിരൂപണം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ കാരണം കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായിട്ട് ലോകത്ത് മുഴുവൻ സാഹിത്യ നിരൂപണത്തിന്റെ, അതിനു മുമ്പ് സാഹിത്യ നിരൂപണം പണ്ഡിതരായ ആളുകൾ, രാമശമാഷൊക്കെ പഠിച്ചു വന്ന കാലത്ത് പണ്ഡിതരായ നിരൂപകരെയാണ് പഠിച്ചു വന്നത്, അല്ലേ? ലെവീസിയൻ പാരമ്പര്യമാണ് പഠിച്ചത്. എഫ്.ആർ. ലെവീസിനെ പോലുള്ള അയ്യോ റിച്ചർഡ്സിനെ പോലുള്ള നിരൂപകരുടെ പാരമ്പര്യം ആണ് സാഹിത്യ നിരൂപകരാണ്. നമ്മൾ കുട്ടികൃഷ്ണ ആരാരും കുണ്ടശ്ശേരി എന്നൊക്കെ പറയും, സുമാർ അഴീക്കോട് വരെ ദിവസം കൊള്ളൂല എന്നൊക്കെ പച്ചയ്ക്ക് പറഞ്ഞു തരാം. അതാണ് ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പണ്ഡിതരായ സ്കോളർലി ടേൺ ആയിരുന്നു സാഹിത്യ പഠനത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു അരനൂറ്റാണ്ട് ഏതാണ്ട് മുമ്പ് വരെ, കഴിഞ്ഞ 30 കൊല്ലമായിട്ട് മലയാളത്തിൽ ഒരു തിയറി ടേൺ വന്നു. ലിറ്റററി തിയറിയുടെ വഴിത്തിരിവ്, ആ സാഹിത്യ സിദ്ധാന്തം വരും. അത് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നു, ഒരുപാട് സാഹിത്യ സിദ്ധാന്തം. ഇതൊക്കെ സാഹിത്യം പഠിക്കാനുള്ള ഉപാധികളാണ്. ഇത് വന്നപ്പം നേരത്തെ തന്നെ ഇ.വി. രാമകൃഷ്ണൻ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് വളരെ സൈദ്ധാന്തികമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇത് വായനക്കാരെ അഡ്രസ് ചെയ്യാതെ നമുക്ക് മനസ്സിലാവാതെ സാമാന്യ വായനക്കാരനെ ഓടിക്കുക നിരൂപകന്റെ വ്രതമായി മാറി. ഇതാരും വായിക്കാതെ. അപ്പൊ ഈ മലയാളത്തിലെ സാഹിത്യ സിദ്ധാന്തത്തിന്റെ വരവ്, സാഹിത്യ സിദ്ധാന്തത്തിന്റെ തെറ്റാണ് ഇതെന്നല്ല ഞാൻ പറയുന്നത്. സാഹിത്യ സിദ്ധാന്തം വേണ്ട വിധം മനസ്സിലാക്കുകയോ വേണ്ട വിധം പ്രയോഗിക്കാതെയോ അത് എഴുതാനുള്ള നല്ല മലയാളമില്ലാതിരിക്കുകയോ നല്ല ഭാഷ ഉണ്ടാവാതിരിക്കുന്നത് ഈ കാര്യം നന്നായി ദഹിപ്പിക്കാത്തതുകൊണ്ടാണ്. നന്നായി വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദഹനക്കേട് ഉണ്ടാവില്ല, നല്ല ശോധന ഉണ്ടാവും, നല്ല ആരോഗ്യവും നല്ല റീപ്രൊഡക്ഷനും ഉണ്ടാകും. പക്ഷെ ഇത് മനസ്സിലാകാതെ ആളുകളെ ഓടിക്കുന്ന ഒരു വെങ്കല ഭാഷയിൽ, ഒരു മലപ്പൊടി മലയാളത്തിൽ വളരെ ദുർഗ്രാഹ്യമായ ജഡമായ ഒരു സാഹിത്യ സംവാദ രീതി കേരളത്തിൽ ഉടലെടുത്തു. അതേസമയം സാഹിത്യ വിമർശനം പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കോളേജ് അധ്യാപകരാണ്. നമ്മളെ എഴുത്തുകാരിൽ മിക്കവാറും പേര് കോളേജ് അധ്യാപകരായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ നിന്ന് എത്ര സാഹിത്യ നിരൂപകരുണ്ട് കോളേജ് അധ്യാപകരുടെ കൂട്ടത്തിൽ നിന്ന്? ആരെങ്കിലും ആകെ ഒരു ശില്പി ലേഖനത്തിന് മാത്രമേ എനിക്കറിയുള്ളൂ. ശില്പി ലേഖനമായിട്ട് സാഹിത്യ നിരൂപണം എഴുതുന്നില്ല, സാമൂഹികമായ കാര്യങ്ങളാണ് പറയുന്നത്. പണ്ട് നോവലിസ്റ്റുകൾ ഒഴികെ പ്രധാനപ്പെട്ട കവികളോ സാഹിത്യചിന്തകരോ ഒക്കെയും, നിങ്ങൾ അയ്യപ്പപ്പണിക്കരോ സച്ചിദാനന്ദനോ ONV കുറുപ്പോ അതിനും പിന്നിലോട്ട് പോയി മുണ്ടശ്ശേരി വരെ എത്തുന്ന കേരളത്തിലെ കോളേജ് പ്രൊഫസർമാർ, അധ്യാപകർ, ഇന്നാകട്ടെ നമ്മുടെ കോളേജ് അധ്യാപകരിൽ നിന്ന് ഒരു എഴുത്തുകാരനെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ കോളേജ് അധ്യാപകരിൽ നിന്ന് പൈങ്കിളി എഴുതുന്നവരായി മാറിയിരിക്കുന്നു. പണ്ട് കോളേജ് അധ്യാപകരുടെ പൈങ്കിളി സാഹിത്യത്തിനെതിരെ പത്മനാഭൻ ഓർമ്മ കാണും 1980കളുടെ അവസാനം DYFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പൈങ്കിളി മാസികളെ ചുട്ടരിച്ചുകൊണ്ടൊരു വലിയ ക്യാമ്പയിൻ നടന്നിരുന്നു. നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അത് ഓർമ്മയുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലിറ്ററേച്ചർ ക്യാമ്പുകളിൽ ഈ ഇന്നത്തെ പൈങ്കിളി എഴുത്തുകാരാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റികളായി ആഘോഷിക്കപ്പെടുന്നത്. ഇത് റിവേഴ്സലാണ്. അപ്പം ഇത് നമ്മൾ പറഞ്ഞു വെറുതെ ശത്രുവാവണ്ട, തല്ല് പറഞ്ഞു പിടിക്കണ്ടെന്ന് കരുതി ഞാൻ വേണ്ടിയില്ല, പിന്നെ ഇവിടെ സുരക്ഷിതമാണെന്ന് കരുതി ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചത് നമ്മുടെ അധ്യാപകരാകട്ടെ ഇന്ന് സെമിനാർ പേപ്പറുകൾ എഴുതുന്ന ആളുകളായി മാറിയിരിക്കുന്നു. അവരത് സാഹിത്യ ലേഖനങ്ങൾ എഴുതുന്നത് പകരം സെമിനാർ പേപ്പറുകൾ എഴുതുന്നതിൻ്റെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാണെങ്കിൽ സാഹിത്യ ലോകം എന്നൊരു മാസികയുണ്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്നത്, കണ്ടിട്ടുണ്ടോ? ഞാൻ അതിനെ വിളിക്കുന്നത് സാഹിത്യ ദ്രോഹം എന്നാണ്. അതിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ സെമിനാർ അധ്യാപകർക്ക് മാർക്ക് വേണം, ഈ അക്കാഡമിക് സ്കോർ എന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഈ ഇത്ര പേപ്പർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പേപ്പർ പ്രസിദ്ധീകരിക്കുന്ന തിടുക്കത്തിലാണ് അക്കാഡമിക് പ്രബന്ധങ്ങൾ മുഴുവൻ വളരെ ജഡീഭൂതമായി മാറിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൻ്റെ അവസരം മുതലെടുത്തുകൊണ്ടുകൂടിയ പിന്നെ മൂന്നാമത് കേരളത്തിലെ മാസികകളെല്ലാം ബുക്ക് റിവ്യൂ നിർത്തിവെച്ചു. പണ്ട് നമ്മളെല്ലാവരും മാതൃഭൂമി ആഴ്ചപ്പുറത്തിലെ ബുക്ക് റിവ്യൂ വായിക്കുമായിരുന്നു, ഇല്ലേ? മാതൃഭൂമി ഗ്രന്ഥവേദി എന്നായിരുന്നു പണ്ട് വന്നിരുന്നത്. ഇങ്ങനെ പല രീതിയിൽ എല്ലായിടും ബുക്ക് റിവ്യൂ ഉണ്ട്. ഇന്ന് കേരളത്തിലെ മാസികകളിൽ ബുക്ക് റിവ്യൂ ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, കേരളത്തിലെ ഈ മാസികകൾ നടത്തുന്ന പത്രസ്ഥാപനങ്ങളെല്ലാം വലിയ പ്രസാധന സ്ഥാപനങ്ങൾ കൂടിയാണ്. അവരതുകൊണ്ട് എതിരാളിയായ പ്രസാധകന്റെ പുസ്തകത്തെക്കുറിച്ച് ഒരക്ഷരം കൊടുക്കില്ല. DC ബുക്സിന്റെ ഒരു പുസ്തകവും മാതൃഭൂമി കൊടുക്കില്ല, മാതൃഭൂമിയുടെ ഒരു പുസ്തകവും മനോരമ കൊടുക്കില്ല, മനോരമയുടെ ഒരു കാര്യവും DC ബുക്സിന്റെ മാസികയിൽ അവർ കൊടുക്കില്ല. പിന്നെ
ഞങ്ങൾ ജനാധിപത്യവാദികളാണ് കാണിക്കാൻ വേണ്ടി ഒരു പുസ്തകവും കൊടുക്കും. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ കേരളത്തിൽ പണ്ട് പ്രധാനപ്പെട്ട 2-3 മേജർ പ്രസാധകരും പിന്നെ സമാന്തര പ്രസാധകരും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചു കൊച്ചു ചില കമേഴ്ഷ്യൽ പ്രസാധകർ. ഇന്ന് ഒരു താലൂക്കിൽ 10 പ്രസാധകരാണ്. ഈ സാങ്കേതിക വിദ്യ മാറിയതുകൊണ്ട് എത്രയെങ്കിലും റൊമാൻറ്റിക് നെയിം പേരുകളുള്ള പ്രസാധകരെ കേരളത്തിലുടനീളം കാണാം. ഒരു താലൂക്ക് തലശ്ശേരി തന്നെ കാണും ഒരു 10 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെല്ലാവരും പുസ്തകങ്ങളും ഒരു 3500 ടൈറ്റിലുകളാണ് മലയാളത്തിൽ ഒരു മാസം ഇറങ്ങുന്നത് എന്നാണ് കണക്ക്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ പ്രസാധകൻ പറഞ്ഞ കണക്കാണ്. ഈ 3500 ടൈറ്റിലുകളിൽ 1500-ലധികം ടൈറ്റിലുകൾ ഗോസ്റ്റ് റൈറ്റിംഗ് ആണ്, മറ്റുള്ളവർ എഴുതുകയാണ്. എൻ്റെ ആത്മകഥ വേറെ നിങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് എൻ്റെ ആത്മകഥ എഴുതുന്നത്. അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് കേരളത്തിൽ പ്രചരിക്കുന്നത്. ഇതിൽ പകുതി 3/4 പുസ്തകങ്ങളും ഇൻഡിപെൻഡൻറ്റ് പബ്ലിഷിംഗ്, അഥവാ നമ്മൾ പണം കൊടുത്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരു ചൂഷണാധിഷ്ഠിത വ്യവസ്ഥയിലാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ പുസ്തകങ്ങളുടെ ധാരാളിത്തം. അതേസമയം പത്രമാസികകൾ ബുക്ക് റിവ്യൂ എന്ന് പറഞ്ഞത് ഒഴിവായി. ബുക്ക് റിവ്യൂ ഒഴിവായപ്പോൾ എന്താ? രാജ്യഗ്രാഹ്യ വിവേചനം അല്ലെങ്കിൽ ഇവാലുവേഷൻ, മൂല്യ നിർദ്ധാരണം, ഇതൊരു നല്ലതേത് ചീത്തയേത് ഗുണകരമായതേത്, ഈ പുസ്തകങ്ങളുടെ കുഴപ്പമെന്ത് എന്ന് പറയുന്നവർക്കുള്ള സ്പേസ് ഇല്ലാതായി. പറയുന്നവർക്ക് ശബ്ദങ്ങളുണ്ട്, പറയാൻ സ്ഥലമില്ല. ഈ പറയാനുള്ള തീക്ഷ്ണമായ സാഹിത്യബോധവും കുറച്ച് ജ്ഞാനവും പാരമ്പര്യബോധമുള്ളവരാകട്ടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പങ്കാളികളും അല്ല. അതിൻ്റെ പരിമിതികളുണ്ട്. കഴിഞ്ഞ തലമുറയിൽ വരുന്ന പ്രിന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും സോഷ്യൽ മീഡിയ, ഇവിടെ തന്നെ ഇരിക്കുന്ന EV രാമകൃഷ്ണനോട് ഞാൻ ചോദിച്ചു, സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്ത് പുതിയ പുസ്തകവും വല്ലതും വന്നാൽ അതിൻ്റെ ഒരു പടവിടും, അത്രയേ ഉള്ളൂ. നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വല്ലപ്പോഴുമുള്ള വിസിറ്റേഴ്സ്. അപ്പോൾ ഈ സ്ഥാനത്തേക്കാണ് ഈ സാങ്കേതിക വിദ്യയെ സ്വായത്തമാക്കിയിട്ടുള്ള ആ കുറച്ചുകൂടി ചെറുപ്പമുള്ള ആളുകൾ ഈ പുസ്തകങ്ങളുടെ മൂല്യവിചാരകരായി പ്രത്യക്ഷപ്പെടുകയും ജനാധിപത്യമാണ് എന്ന വ്യാജ പ്രസ്താവത്തിലൂടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പാരഡിയായി മാറുകയും ചെയ്യുന്ന വ്യാജമായ ആസ്വാദനം, വ്യാജ ചരക്കുകളെ മുഴുവൻ മഹത്തായ പുസ്തകങ്ങളായിരുന്നു വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയും ഇതിലാളുകൾ വിശ്വസിക്കുന്നു. കേരളത്തിലെ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ഒരു പുസ്തകം വായിച്ച് നോക്കിയിട്ട് അനേകം ഇൻകൺസിസ്റ്റൻസികളും വ്യക്തമാം വിധം അസത്യമാണെന്ന് സൂക്ഷ്മ വായനക്കാർക്ക് ബോധ്യപ്പെടുന്നതുമായ കാര്യങ്ങൾ ഒരു പുസ്തകം വായിച്ചിട്ട് പെട്ടെന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ഈ പുസ്തകത്തിൻ്റെ 1000 കോപ്പി വാങ്ങി ഞാൻ കേരളത്തിലുടനീളം എൻ്റെ മണ്ഡലത്തിലുടനീളം കുട്ടികൾക്ക് മോട്ടിവേഷനായി വിതരണം ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഒരു നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, BJP-യോ CPM-ഓ കോൺഗ്രസോ എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ നേതാവിന് വലിയ വിലയുണ്ട്. അത് ഒരുപാട് ആൾ ഇപ്പോഴും സാഹിത്യവും ചിന്തയും ഉള്ള ചെറിയ ഒരു ന്യൂനപക്ഷത്തേക്കാൾ ബഹുജനം ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർ പറയുന്നതിനനുസരിച്ച് ആളുകൾ വിചാരിക്കില്ലേ, ഇതാ കുമാരനാശാനേക്കാളും വലിയ എഴുത്തുകാരൻ വന്നിരിക്കുന്നു, സുമാർ അഴീക്കോടിനേക്കാൾ വലിയ ചിന്തകൻ വന്നിരിക്കുന്നു, M. വിജയനേക്കാളൊക്കെ എത്ര വലിയ ആളാണ് ഈ ആൾ, കവിയുടെ കാൽപ്പാടുകളേക്കാൾ ജീവിതപാതയേക്കാൾ മികച്ച ഒരു ആത്മകഥ വന്നിരിക്കുന്നു. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ കൂടി നമ്മുടെ സമൂഹത്തിൽ എത്തിച്ചേരുന്നതിന് ഈ സോഷ്യൽ മീഡിയ കാരണമായി തീരുന്നുണ്ട്. സോഷ്യൽ മീഡിയ മോശമാണെന്നോ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഇത്തരം കാര്യങ്ങളാണോ സംഭവിക്കുന്നത് എനിക്ക് അഭിപ്രായമില്ല. ഒന്നാന്തരം ബ്ലോഗേഴ്സ് ഉണ്ട്, വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആശയങ്ങൾ പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അവരുടെ ശബ്ദം ഈ ബഹുഭൂരിപക്ഷത്തിൻ്റെ അലർച്ചയിൽ കേൾക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതിനു പുറമെ എഴുത്തുകാരനെ ആദ്യ വേഗം കമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള പ്രസാധകന്മാരുടെ ശ്രമം. ഉദാഹരണത്തിന് M. മുകുന്ദൻ്റെ പുതിയ പുസ്തകം, M. മുകുന്ദൻ പ്രണയ നോവൽ എഴുതുന്നു എന്ന പേരിലാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് മാർക്കറ്റ് ചെയ്യുന്ന പ്രണയം. അപ്പോൾ M. മുകുന്ദൻ 85-ആം വയസ്സിൽ 80 പ്രായമാണ് പ്രണയിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലെ വൃദ്ധരതി ഉണരാൻ തുടങ്ങും. ഞാനും ഒന്ന് പ്രേമിച്ചാലോ, അങ്ങനെയുള്ള അനേകം അസംബന്ധങ്ങളുടെ ഒരു ലോകം കൂടിയാണ് ഇത്. അപ്പോൾ ഈ കേരളത്തിലുള്ള ഒരുപാട് എല്ലാവരും പ്രേമത്തിന് പ്രായമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം, വളരെ താല്പര്യമില്ല. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന് വേറെ ഇങ്ങനെ വിഷലിപ്തമായ ഒരു ലോകം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എഴുത്തുകാരൻ്റെ ചരക്കുവൽക്കരണവും ഈ വിഷലിപ്ത ലോകവും അവിടെ സൃഷ്ടിക്കപ്പെടുന്ന വ്യാജമായ പ്രതീതികളും ചേർന്ന് നമ്മുടെ സാഹിത്യത്തിലെ മൂല്യവിചാരം ഏതാണ്ട് അപ്രസക്തമാക്കി തീർക്കുകയും ഇതിനൊരു കുഴപ്പമുണ്ടാക്കിയതിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഒരു 7 മിനിറ്റ് കൂടി ഞാൻ എടുക്കൂ. ഈ ലിറ്റററി തിയറി വന്നപ്പോൾ ഞാൻ 1980-കളുടെ തുടക്കത്തിൽ ഒരു കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. ആ സമയത്ത് ഈ ഇങ്ങനെ തിയറി വരെയാണ് പോസ്റ്റ് മോഡേണിസം ഒക്കെ വന്നിങ്ങനെ അതിൻ്റെ കാറ്റ സുഗന്ധമായി നമ്മളിങ്ങനെ ശ്വസിക്കുന്നത് പകുതി മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ടെറി ഗിൽട്ടൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് നിരൂപകൻ, അന്ന് യങ് സ്റ്റാർ, റൈസിംഗ് സ്റ്റാർ, അദ്ദേഹം ലിറ്റററി തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നൊരു പുസ്തകം എഴുതി.
ഞാനൊക്കെ എന്തൊരാവേശത്തിലാണ് മാഷ് വായിച്ചത്. മാഷ് അപ്പോഴത്തേക്ക് അധ്യാപകനാണ് ഇല്ലേ? അപ്പം ഞാൻ വിദ്യാർത്ഥിയായിട്ട് വായിച്ചു. അപ്പം ഞെട്ടിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ആ പ്രായത്തിലെ ഒരു ധ്വംസക വാസനയെ മുഴുവൻ പ്രചോദിപ്പിച്ചു. അതിനകത്ത് എഴുകട്ടൻ പറഞ്ഞ ഒറ്റ കാര്യം, സാഹിത്യം എന്തും, എനിത്തിങ് ക്യാൻ ബി ലിറ്ററേച്ചർ, എന്തും സാഹിത്യമായി തീരാം. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ പരമ്പരാഗതമായിട്ട് സാഹിത്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്ന ഏത് സാധനവും നാളെ സാഹിത്യം അല്ലാതായി പറയാൻ പറ്റും. ഉദാഹരണം ഷേക്സ്പിയർ. നാളെ ഷേക്സ്പിയർ സാഹിത്യമൊന്നും ആവണമെന്നൊന്നും ഇല്ലെന്ന് ഈ എഴുകട്ടൻ പറഞ്ഞു. ഞെട്ടിപ്പോയില്ലേ? എങ്ങനെ നെക്സലൈറ്റ് ആവാന്ന് കാത്തിരിക്കായിരുന്നു എന്നെ പോലുള്ള ആളുകൾ. അത് ഇറങ്ങാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് സാഹിത്യത്തിലൂടെ നെക്സലൈറ്റ് ആവാൻ കാത്തിരുന്ന് നമ്മൾ ഉടനെ ഈ വിഗ്രഹധ്വംസനത്തിൽ ആകർഷ്ടരാവുകയും ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് മാത്രമേ ബാക്കിയുള്ളൂ എന്നും ഈ ഓതർ എന്ന് പറഞ്ഞ ഒരാളില്ലെന്നും ഈ കൃതിയുടെ മൂല്യം ഒന്ന് പരിശോധിക്കണം. മൂല്യം, സാഹിത്യ മൂല്യം എന്നൊരു സംഗതിയില്ല. കാരണം എന്ത് സാഹിത്യമാണ്? ഞാൻ വീട്ടിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ മറ്റേ മാനുവലില്ലേ, ഒരു പുസ്തകം കിട്ടുമല്ലോ അതിൻ്റെ കൂടെ, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള, കാർ വാങ്ങുമ്പോൾ സ്കൂട്ടർ വാങ്ങുമ്പോൾ, അതും ഒരു സാഹിത്യ കൃതിയാണ്. പല അധ്യായങ്ങളുണ്ട്. അപ്പം ചന്തുമേനോന്റെ നോവലും സാഹിത്യകൃതിയാണ്. എനിത്തിങ് ക്യാൻ ബി ലിറ്ററേച്ചർ എന്ന് ഈഗിൾട്ടൺ പറഞ്ഞിരിക്കുകയാണ്. 30 കൊല്ലം കഴിഞ്ഞു. ഈഗിൾട്ടന് പ്രായമായി, എനിക്ക് പ്രായമായി. ഈഗിൾട്ടൺ 30 കൊല്ലം കഴിഞ്ഞ് 2013 ഒരു പുസ്തകം എഴുതി, ഹൗ ടു റീഡ് ലിറ്ററേച്ചർ, എങ്ങനെ സാഹിത്യം വായിക്കാം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാം അങ്ങനെ സാഹിത്യം ആവില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നെബ്രാസ്കയിലെ മണ്ണൊലിപ്പിനെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് സാഹിത്യമാവില്ലല്ലോ. അത് ഷേക്സ്പിയർക്ക് തുല്യമാവില്ലല്ലോ. അത് ഹാംലെറ്റ് ആവുന്നത് എങ്ങനെ? 30 കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ പറഞ്ഞ എന്തോന്നാ, ഇത് സാഹിത്യമാണ്, ഷേക്സ്പിയർ ഇതിൻ്റെ താഴെ വരെയുള്ളതാണ്. എന്നെ കഠിനമായി, എന്നെ മാത്രമല്ല ഇത് വിശ്വസിച്ച എത്ര പേരെയാണ് ഈ മനുഷ്യൻ നിരാശരാക്കി. അപ്പോൾ സാഹിത്യപുള്ളി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ബാലരാമ സാറ് പറഞ്ഞ ഒരു കാര്യം, ഈ അതിന് ചില സവിശേഷ ഗുണങ്ങളൊക്കെ ഉണ്ട് സാഹിത്യത്തിൽ. അതിന് ഈഗിൾട്ടൺ പറഞ്ഞു, അതിൻ്റെ വ്യാകരണം നോക്കണം, അതിൻ്റെ സിൻടാക്സ് നോക്കണം, അതായത് പദവാക്യ ഛന്ദോഘടനകൾ പരിശോധിക്കണം, അതിൻ്റെ ടോൺ പരിശോധിക്കണം, അതിൻ്റെ ടെക്സ്ചർ പരിശോധിക്കണം, അതിൻ്റെ ആഖ്യാന സമ്പ്രദായം പരിശോധിക്കണം. ഇത്തരം സംഗതികളുടെ എല്ലാം വളരെ ജാഗ്രതയോടുകൂടിയുള്ള വായനയാണ് സാഹിത്യ മൂല്യവിചാരം. ഈ കാര്യങ്ങളെല്ലാം അതിന് പ്രത്യേകമായ ചില ഗുണമേന്മകളുണ്ടെങ്കിലേ അതിനെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഈ മൂല്യവിചാരം വളരെ പ്രധാനമാണ്. ഈ മൂല്യവിചാരം നമുക്ക് സാഹിത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇതാവശ്യമാണെങ്കിൽ നമ്മൾ പക്ഷപാതശൂന്യമായിട്ട് ശത്രുക്കളെ ഭയപ്പെടാതെ നമുക്ക് എഴുതേണ്ടിയിരിക്കുന്നു. ശത്രുക്കൾ ഇപ്പോൾ പ്രസാധകർ പോലും ആകാം. കാരണം ഒരു പ്രസാധകൻ ഇറക്കിയ പ്രസിദ്ധമായ പുസ്തകത്തെ പി കെ രാജശേഖരനെ വിമർശിച്ച്, ഇനി പി കെ രാജശേഖരൻ്റെ പുസ്തകം 50,000 കോപ്പി അല്ല 5 ലക്ഷം കോപ്പി വിറ്റ പുസ്തകം മോശമാണെന്ന് ഞാൻ എഴുതി, ഇനി പ്രസിദ്ധീകരിക്കുന്ന ഇനി പി കെ രാജശേഖരൻ്റെ പുസ്തകം, എൻ്റെ പുസ്തകം എന്തായാലും 50,000 വിൽക്കില്ലല്ലോ, 5 ലക്ഷം പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിച്ചാൽ അതുണ്ടാവാം. കാരണം സോഷ്യൽ മീഡിയ സ്പർദ്ധയുടെ രാഷ്ട്രീയം കൂടി വളർത്തുന്ന ആളുകളുടെ ശത്രുതയോടുകൂടി അങ്ങോട്ട് ആക്രമിക്കാൻ അവഹേളിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്കറിയാം നിങ്ങൾ ഏത് നിമിഷവും അവഹേളിക്കപ്പെടാം. ഒരു ഉദാഹരണത്തിന് അതിൻ്റെ ഒരു ഘോര ഇരയായിരുന്നു ഞാൻ ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഒരു ധൈര്യത്തിന് ഇങ്ങനെ അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൽ ഞാൻ ഒരു സത്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈ മലയാള നോവലിലെ പുതിയ ട്രെൻഡുകൾ എന്താണെന്ന് എന്നോട് സംസാരിക്കുന്ന ആൾ ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന കുറേ ട്രെൻഡുകളാണ് ഉള്ളത്, ഇന്നതൊക്കെയാണ് പറഞ്ഞു. അപ്പം അയാൾ എന്നിട്ട് ഇനി എനിക്ക് മനസ്സിലാവാത്ത ഒരു പുതിയ ട്രെൻഡിലൂടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് വേറെ ഒരു രാജ്യത്തെ കഥ, ആ രാജ്യത്തെ കഥാപാത്രങ്ങൾ, അവിടുത്തെ ചരിത്രം, അവിടുത്തെ കാലം, ആ കഥ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എഴുതുക. അതായത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഒലിവർ ട്വിസ്റ്റ് എഴുതുന്നു, ഗാർസിയ മാർക്കേസ് കൊളംബിയയിൽ ഇരുന്നുകൊണ്ട് മാർത്താണ്ഡ ഇന്ദുലേഖ എഴുതുന്നു. ഇത് ആവശ്യമുണ്ടോ? ഇല്ലേ? ഒരു മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ കഥാപാത്രമായിട്ട് അമേരിക്കയിലോ ഉഗാണ്ടയിലോ ഒക്കെ നടക്കുന്ന കഥ നമുക്ക് എഴുതിയ പ്രശ്നമില്ല. പക്ഷേ നൈജീരിയക്കാരുടെ മാത്രം കഥ, നൈജീരിയയുടെ ചരിത്രവും കഥാപാത്രങ്ങളും വെച്ച് സങ്കല്പിച്ച് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കണമോ? അപ്പം ഇത് ലിറ്ററേച്ചറായി തീരുമോ എന്ന് ഞാൻ ന്യായമായി പറഞ്ഞു. അത് ഈ ഉടനെ വീഡിയോ പുറത്തു വന്നു. വീഡിയോ വന്നത് ഒരു നോവലിസ്റ്റ് എഴുത്തുകാരി ആദ്യം ആ ഭാഗം മാത്രം ഇളക്കിയെടുത്തിട്ട് ഇയാളെന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ നമ്മൾ എന്നും അടുപ്പിൻ മൂട്ടിലെ കഥകൾ പറഞ്ഞാൽ മതിയോ എന്ന് വെച്ചാൽ ഇന്ദുലേക്കാണല്ലോ അടുപ്പിൻ മൂട്ടിലെ കഥ, മാർത്താണ്ഡവർമ്മ, ഇത് രണ്ടും മോശമാണല്ലോ. അടുപ്പിന് പുറത്തൊക്കെ നമ്മൾ സഞ്ചരിക്കണം, ലോകത്തെ കുറിച്ച് പറയാം. അതിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ പറഞ്ഞപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ തരുന്നത് ഞാനേ ബെൽജിയമായ ഉദാഹരിച്ചു. ഞാൻ ബെൽജിയത്തിലെ ഒരു കുടുംബത്തിൻ്റെ കഥ, ഇന്ത്യക്കാരും ഇല്ല ആ ബെൽജിയത്തിൽ, ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുമില്ല. ഞാൻ ഇൻ്റർനെറ്റൊക്കെ നോക്കിയോ, ചരിത്ര പുസ്തകം വായിച്ചോട്ട് എഴുതി വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വേണേൽ ബെൽജിയം എടുത്ത്, നിങ്ങൾ വേണമെങ്കിൽ തുർക്കി എടുത്തു ഞാൻ പറഞ്ഞു. ഒരു തമാശക്ക് പറഞ്ഞ
അപ്പോൾ ഈ നോവലിസ്റ്റ് തുർക്കിയെ കുറിച്ച് കഥ എഴുതുന്നത് എനിക്കറിയാം. ഞാൻ വായിച്ചിട്ടില്ല. ഇത്രയും മോശപ്പെട്ട ഒരു നോവൽ വായിക്കുക എൻ്റെ ജോലി അല്ലാത്തത് കൊണ്ട് നോവൽ വായന ഒരു തൊഴിലായി സ്വീകരിച്ച നിരൂപകനാണ് ഞാൻ. പക്ഷേ അതിന് ഈ മാലിന്യം ഭക്ഷിക്കണമെന്നില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം മാലിന്യം കഴിക്കലാണ് എൻ്റെ ജോലി എന്നല്ല. അതുകൊണ്ട് ഞാൻ തരം താഴ്ന്ന പുസ്തകങ്ങൾ, സാഹിത്യമൂല്യമില്ലാത്ത അലവരധികം പുസ്തകങ്ങൾ വായിക്കുന്ന ആളെ അല്ല. ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ യാഥാസ്ഥിതികനാണെന്നോ സവർണ്ണ മൂരാച്ചിയാണെന്നോ ഭൂപ്രഭുവാണെന്നോ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണോ എന്ന് പറഞ്ഞാൽ എനിക്കത് ബാധകമല്ല. ശാരീരികമായി ആക്രമിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം ഞാനിത് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ചീത്ത പറഞ്ഞ ആളുകൾ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ആളുകൾ ആരാണ് ഈ പി.കെ. ദേവശേഖരൻ? നമുക്ക് കേട്ടിട്ടില്ലല്ലോ. അത് അവഹേളിക്കുന്ന ഒരു സൂത്രമാണ്. അപ്പം നിങ്ങളെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് പറയുന്നതിന് തുല്യമാണല്ലോ. അപ്പം നമ്മൾ ഉടനെ ഓടിപ്പോയി ഉറക്കപ്പുളിയെ കഴിച്ചുകൊണ്ടിരിക്കും. തീവണ്ടിക്ക് തലവരും ഇങ്ങനെ അവഹേളനങ്ങളുടെ ഒരു പരമ്പര. അപ്പോൾ എന്ത് ചെയ്തു? മൂന്നാല് വിവേകികൾ പറഞ്ഞു, ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് എഴുതേണ്ട കാര്യമുണ്ടോ എന്നെല്ലാം എഴുതിയപ്പോൾ അവരെ നനച്ചിട്ടോണം. അപ്പോൾ അവർ പെട്ടെന്ന് നിശബ്ദരായി. ഇതാണ് സോഷ്യൽ മീഡിയയിലെ അവഹേളനത്തിൻ്റെ രീതി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരമായ പ്രശംസ. വി രാമകൃഷ്ണൻ സാറിൻ്റെ പുസ്തകം വന്ന ഉടൻ തന്നെ ഞാൻ അതിനെ പ്രശംസിക്കുന്നു. എൻ്റെ പുസ്തകം വന്ന് വി രാമകൃഷ്ണൻ സാറ് പ്രശംസിക്കുന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹത്തായ നോവലിസ്റ്റുകളായി ഞങ്ങൾ രണ്ടുപേരും മാറുന്നു. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഇത് വായിച്ച് മഹത്തായ 2 നോവലുകളാണെന്ന് തിരിച്ചറിയും. പണ്ട് ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്സ് എന്നൊരു ബുക്ക് റിവ്യൂവിന് വേണ്ടി പ്രാധാന്യം ഒരു മാസിക ഇപ്പോഴും ഉണ്ട്. വലിയ ആഢ്യമായ വലിയ പ്രസിദ്ധീകരണമാണ്. അതിനകത്ത് റിവ്യൂ വരിക എന്ന് പറഞ്ഞാൽ സാർ നേരത്തെ TLS-നെ കുറിച്ച് പറഞ്ഞില്ലേ, ടൈംസ് ലിറ്റററി സപ്ലിമെന്റ് എഡിഷനെതിരെ ഒരു റിവ്യൂ തകർത്ത് പിടിച്ചു വന്ന റിവ്യൂ ആണ്. TLS പോലെ പ്രധാനമാണ്. അപ്പം അതിന് പണ്ടൊരു അമേരിക്കൻ ഹിസ്റ്റോറിയൻ ഹോഫ്സ്റ്റാഡർ എന്നൊരു ഹിസ്റ്റോറിയൻ പറഞ്ഞു, ഇത് ന്യൂയോർക്ക് ബുക്ക് റിവ്യൂ അല്ല, ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ബുക്ക് റിവ്യൂ എന്നല്ല ഇത് പറയേണ്ടത്, ന്യൂയോർക്ക് റിവ്യൂ ഓഫ് ഈച്ച് അതേഴ്സ് ബുക്സ് എന്നാണ്. എന്നുവെച്ചാൽ പരസ്പരം ചൊറിയുന്നതിൻ്റെ ഒരു റിവ്യൂ എന്നാണ് ഇതിന് വിളിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്ന് ഞാൻ ചോദിക്കുന്നത്, സാഹിത്യ നിരൂപണത്തെ എന്താണ് ചെയ്യുക? ഇവാലുവേഷനെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മൂല്യത്തെക്കുറിച്ചുള്ള പുതിയ ഭാവന, പണ്ടത്തെ സങ്കല്പമല്ല ഞാൻ പറയുന്നത്, പുതിയ മൂല്യഭാവന ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതായത് സാഹിത്യ നിരൂപണത്തിന് സാഹിത്യത്തിന് വേണ്ടിയുള്ള ഒരു എത്തിക്കൽ ഡിഫൻസ് ഉണ്ടാക്കുക. നമ്മൾ സാഹിത്യത്തെ തന്നെ എത്തിക്സിലേക്ക് മടങ്ങിപ്പോവുക മാത്രമേ ഇനി കരണീയമായിട്ടുള്ളൂ. ആ പഴയ വാക്ക് ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ. നമ്മളൊരു എത്തിക്കൽ ഡിഫൻസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. സാഹിത്യ നിരൂപണം മൂല്യാധിഷ്ഠിതമായ വിചാരവും വിചാരണയുമായി തീരുന്ന ഒരു കാലമാണ് സാഹിത്യത്തിന്. നിരൂപണത്തിന് ആവശ്യം സാഹിത്യമായിരിക്കണം, അതിൻ്റെ മൂല്യമായിരിക്കണം, അതിൻ്റെ പ്രഥമവും അന്തിമവുമായ പരിഗണന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ബാലറാം സാറിനുള്ള പ്രത്യേക നന്ദി പറയേണ്ട അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.